കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികൾക്ക് 2023 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 24ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: അർജുൻ കമൻസ്ഡ് ബിസിനസ് ഓൺ 1/1/2020 വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹25,000. He immediately bought furniture ₹6,000. During the year, he borrowed ₹15,000 from his wife and introduced further capital of ₹9,500. He had withdrawn ₹900 at the end of each month for family expenses. On 31st December 2020, his position was as follows: cash in hand ₹600, cash at bank ₹7,800, debtors ₹14,400, stock ₹20,400, bills receivable ₹4,800, creditors ₹1,500, rent due ₹450, furniture is to be depreciated by 10%, ascertain profit or loss made by Arjun during 2020. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എസ് എ ക്വസ്റ്റ്യനാണ്, 24ാമത്തെ എസ് എ ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങളോട് പറയുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് അസേർട്ടൈൻ ചെയ്യാനാണ് പറയുന്നതെങ്കിലും നിങ്ങൾ അവസാനം ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ് കൂടെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. നേരത്തെ ഞാൻ ചെയ്ത ഒരു ക്ലാസ്സിൽ പലരും സംശയങ്ങൾ ചോദിച്ചതാണ് ഈ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. അത് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ടാണ്. എസ് എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളത് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ് കൂടെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ് ഓൺ 31st December 2019 ആണ്. അതായത് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ വാല്യൂ തന്നിട്ടില്ല. ഈ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ വാല്യൂ കണ്ടെത്താനുള്ള മാർഗം എന്ന് പറയുന്നത് ഫൈനൽ ക്ലോസിങ്ങിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. തന്നിരിക്കുന്ന ഡാറ്റ ബേസ് ചെയ്തുകൊണ്ട് സൺട്രി ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1,500 ആണ്. റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് എന്താണ്? കറണ്ട് ലാബിലിറ്റി ആണ്, 450. അതേപോലെ ലോൺ ഫ്രം എ അർജുൻ്റെ വൈഫിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ എടുക്കുന്നത്. അതാണ് ലോൺ ഫ്രം എസ് വൈഫ് എന്ന് കൊടുത്തത്, മിസ്സിസ് എ എന്ന് കൊടുത്തത് മിസ്സിസ് അർജുനാണ്. അപ്പോൾ അതാണ് കാണിക്കുന്നത്. എത്രയാണ്? 15,000 ആണ് എമൗണ്ട് വരുന്നത്. 15,000 ആണ് എമൗണ്ട് വരുന്നത്. ഇനി അസറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന അസറ്റുകൾ ക്യാഷ് ഇൻ ഹാൻഡ് 600, ക്യാഷ് അറ്റ് ബാങ്ക് 7,800, സൺട്രി ഡെപ്റ്റേഴ്സ് 14,400, സ്റ്റോക്ക് 20,400, ബിൽസ് റിസീവബിൾ 4,800, ഫർണിച്ചർ ₹6,000. ഇത്രയും കാര്യങ്ങൾ ഓൺ December 2020 എന്ന് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞതിൽ വരുന്ന ഡാറ്റയാണ് നമ്മൾ അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അസറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നത്. എത്രയാണ്? 54,000 വരും. അത് നമ്മൾ ലാബിലിറ്റി സൈഡിലും 54,000 കാണിക്കുന്നു. അപ്പോൾ നമുക്ക് ബാലൻസ് എത്ര കിട്ടും? 37,050 എന്ന് കിട്ടും. ഈ കിട്ടുന്നത് ബാലൻസിങ് ഫിഗറാണ്. ഈ ബാലൻസിങ് ഫിഗറാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ക്യാപിറ്റലായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ വാല്യൂ ആണ് എന്ത് കിട്ടുക? 37,050 എന്ന് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ് ക്ലോസിങ്ങിൻ്റെ എമൗണ്ട്, ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കാണാനാണ്. തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് ഐറ്റംസ് കൊടുത്തുകൊണ്ട് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലിനെ കണ്ടെത്തുന്നു. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പ്രോഫിറ്റ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് കാണിക്കുന്നു. ആദ്യം നമ്മൾ കാണിക്കുന്നത് എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റലിനെയാണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മളിപ്പോൾ കണ്ടെത്തിയത് 37,050 എന്നുള്ളത്. ഇനി അതിൻ്റെ കൂടെ ഡ്രോയിങ്സിനെ ആഡ് ചെയ്യുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 900 ഓരോ മാസവും വിഡ്രോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 900 × 12 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 10,800 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 47,850 എന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ കൂടെ നമ്മൾ ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അഡീഷണൽ ക്യാപിറ്റൽ ഇതിൽ നിന്നും ലെസ് ചെയ്യുന്നു. ഓക്കെ, ലെസ് ചെയ്യുകയാണ് വേണ്ടത് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂയിൽ നിന്നും. അങ്ങനെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 38,350 എന്ന് കിട്ടും. അതേപോലെ ഓപ്പണിംഗ് ക്യാപിറ്റലിനെയും ഇതിൽ നിന്ന് ലെസ് ചെയ്യുന്നു. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നതാണ്. എത്രയാണ്? 25,000 ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. 1/1/2020 വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹25,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പണിംഗ് ക്യാപിറ്റൽ
നമ്മൾ ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ വാല്യൂ. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ വാല്യൂ എത്ര കിട്ടും? 13,350 എന്ന് കിട്ടും. ഓക്കെ, ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യണം. ഡിപ്രിസിയേഷൻ 10% ആണെന്ന് പറഞ്ഞിട്ട് 6,000 ആയിരുന്നു നമ്മുടെ ഫർണിച്ചർ. അതിൻ്റെ 10% കണ്ടു കഴിഞ്ഞാൽ 600 എന്ന് കിട്ടും. അപ്പോൾ ആ 600 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ, അതായത് 12,750 എന്ന് കിട്ടും. ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നമ്മൾ പ്രൊവിഷൻസ്, ബാഡ് ഡെപ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നോർമലി കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഡിപ്രിസിയേഷൻ മാത്രമേ ഉള്ളൂ. ഡിപ്രിസിയേഷൻ നമ്മൾ 6,000ൻ്റെ 10% കാണുന്നു. അപ്പോൾ നമുക്ക് 600 എന്ന് കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ 12,750 എന്ന് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇവിടെ ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. എസ് എ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ 31 ഡിസംബർ 2019 എന്ന് കൊടുത്തുകൊണ്ട് ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് വരക്കുന്നു. അവിടെ ലാബിലിറ്റി സൈഡിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് 1,500, റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് 450, ദെൻ ലോൺ ഫ്രം എ എത്രയാണ് 15,000. പിന്നെ ക്യാപിറ്റലിൻ്റെ കേസിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ 25,000 ക്വസ്റ്റ്യനിൽ തന്നതാണ്. അഡീഷണൽ ക്യാപിറ്റൽ 9,500 ക്വസ്റ്റ്യനിൽ തന്നതാണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 34,500 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റിനെ, അതായത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട 12,750 എന്നതിനെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 47,250 എന്ന് കിട്ടും. അതിൽ നിന്ന് ഡ്രോയിങ്സ് മൈനസ് ചെയ്യുക, അതായത് 10,800. അപ്പോൾ 36,450 എന്ന് കിട്ടും. ഇനി ഇതേപോലെ അസറ്റ് സൈഡിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ, ക്യാഷ് ഇൻ ഹാൻഡ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നതാണ് 600, ക്യാഷ് അറ്റ് ബാങ്ക് 7,800, സൺട്രി ഡെപ്റ്റേഴ്സ് 14,400, ദെൻ സ്റ്റോക്ക് 20,400, ബിൽസ് റിസീവബിൾ എത്ര 4,800. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നതാണ്. പിന്നെ ഫർണിച്ചർ കാണിക്കുമ്പോൾ 6,000 ആണ് ഫർണിച്ചറിൻ്റെ വാല്യൂ. അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 5,400 എന്ന് കിട്ടും. ഇപ്പോൾ രണ്ട് സൈഡും ടോട്ടൽ എത്ര വരും? 53,400 എന്ന് രണ്ട് സൈഡിൻ്റെയും ടോട്ടൽ കിട്ടും. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ രൂപം എങ്ങനെയാണ്? എസ് എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്തായാലും പ്രിപ്പയർ ചെയ്യുക. ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പ്രോഫിറ്റ് കണ്ടെത്തി വെച്ചാൽ മതി. ക്വസ്റ്റ്യനിൽ അത്രേ പറയുന്നുള്ളൂ. ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ഫൈൻഡ് ഔട്ട് അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ അർജുൻ ഡ്യൂറിങ് 2020 എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.